വറഹ്മത്തുള്ള. വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു ചടങ്ങാണ് ഇനി നടക്കാനുള്ളത്. അതിനു മുമ്പ് മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാന നായകൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, പലരും ചോദിച്ചിരുന്നു ഇന്നത്തെ ഈ പരിപാടി ഈ സമയത്ത് സംഘടിപ്പിക്കാനുള്ള കാരണമെന്ത്. അതിന് രണ്ട് ഉത്തരമാണുള്ളത്. ഒന്ന്, പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്ന ഡേറ്റാണ്. ആദരണീയനായ കർണാടകയുടെ സ്പീക്കർ പ്രിയപ്പെട്ട UT ഖാദർ സാഹിബ് തന്ന ഡേറ്റാണ്. അവരുടെ ഡേറ്റ് സമയം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. പക്ഷേ അവിചാരിതമായി തങ്ങൾക്ക് എത്തിപ്പെടാനായിട്ടില്ല. അപ്പോൾ തങ്ങൾ വരുമെന്നും എൻ്റെ ഒരു മെസ്സേജ് അവിടെ കൈമാറണമെന്ന പ്രത്യേക നിർദ്ദേശത്തോടു കൂടെ ഒരു വീഡിയോ തങ്ങൾ അയച്ചിട്ടുണ്ട്. ആ വീഡിയോ ഇവിടെ നമ്മൾ പ്ലേ ചെയ്യുകയാണ്. അസ്സലാമലൈക്കും പ്രിയപ്പെട്ടവര്. ദക്ഷിണ കന്നഡ ഇസ്ലാമിക സാമൂഹ്യ സേവന പ്രവർത്തന മേഖലയിൽ കർണാടക സംസ്ഥാനത്തിന് തന്നെ വളരെ മാതൃകയാണ്. കേരളത്തിൻ്റെ അതിര് പങ്കിടുന്ന ഒരു പ്രദേശമാണല്ലോ മംഗലാപുരം. അപ്പോൾ മംഗലാപുരവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും എപ്പോഴും ഇസ്ലാമികമായിട്ടുള്ള ദഅവ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മത പ്രഭാഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾ, ഉറൂസുകളോടൊക്കെ അനുബന്ധിച്ച് നടത്തപ്പെടുന്ന ക്ലാസ്സുകൾ എല്ലാം ഇസ്ലാമിക പഠന രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുന്ന ഒരു പ്രദേശമാണ് നമ്മൾ ദക്ഷിണ കന്നഡ എന്ന് വിശേഷിപ്പിക്കുന്ന കർണാടകയുടെ മംഗലാപുരവും അതിൻ്റെ പരിസര പ്രദേശം, പുത്തൂരടക്കമുള്ള സുള്ളിയ അടക്കമുള്ള ഏതാണ്ട് കൊടക് ഭാഗം വരെ നീളുന്ന ആ ദക്ഷിണ കന്നഡയിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ മാടന്നൂരിലുള്ള നൂറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി 2015 സ്ഥാപിതമായിട്ടുള്ളതാണ്. നൂറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി വലിയ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ ദാറുൽ ഹുദയിൽ നിന്ന് ബിരുദം നേടിയ പ്രിയപ്പെട്ട നമ്മുടെ ഹനീഫ ഉദവിയുടെ നേതൃത്വമാണ് അവിടെ ആ സ്ഥാപനത്തിനുള്ളത്. ഹനീഫ ഉദവി നമുക്കറിയാലോ, വിവിധ മേഖലകളിൽ വലിയ നല്ല നിലയ്ക്ക് പ്രവർത്തിച്ചു വരുന്ന ഒരു നല്ല സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനം ഇതിനോടകം തന്നെ നല്ലൊരു പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹോസ്റ്റൽ കെട്ടിടം, അതിൻ്റെ ക്യാൻറ്റീൻ അടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഉദ്ഘാടനം ഈ 10ാം വാർഷിക പരിപാടിയോട് അനുബന്ധിച്ച് നടക്കുകയാണ്. ഞാനും വരാമെന്ന് ഏറ്റതായിരുന്നു. എന്നാൽ ആകസ്മികമായിട്ടുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ, ഒഴിച്ചുകൂടാനാവാത്ത ചില കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് മാടന്നൂരിലേക്ക് എനിക്കെത്താൻ സാധിക്കാതിരുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്കവിടെ വരാൻ പറ്റും. അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും ആ ഭാഗങ്ങളിലൊക്കെ വരാറുണ്ട്. ഉറൂസിനായിട്ടും സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലായിട്ടൊക്കെ എപ്പോഴും വരാറുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ മാടന്നൂരിൽ വന്നുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു നമ്മുടെ